Wait. What do you like about this girl? I mean, there's like a lot of things. I'd probably start with I like the way she smiles. She got me staring for a while. Yeah. Baby, it's our conversation. She's my favorite. Hi guys, welcome back to my channel. So, ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാന്ന്. കാരണം കുറെ നാളെ ലോങ് വീഡിയോസ് ഇടാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ മടിയാണ്. സോ ഇന്ന് ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ എങ്ങനെയാന്ന് കാണിച്ചു തരാൻ പോണേ. എന്നെ അറിയണവർക്ക് അറിയാം, ഐ ആം എ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് സ്റ്റുഡന്റ് ഇൻ ജർമ്മനി. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മാസം ക്ലാസ് ആണെങ്കിൽ 2 മാസം നമുക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയാണ്. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ കറന്റ് ഡ്യൂട്ടിയാണ്. രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, രാവിലെ 6 മണി തൊട്ട് 2 മണി വരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന്. പിന്നെ ഞാൻ ഉറങ്ങാൻ പോയില്ല, കാരണം ഉറങ്ങി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് ഇങ്ങനെ കിടന്ന് ഉറങ്ങും, എന്നിട്ട് പുലർച്ചയ്ക്ക് എണീക്കും. ഇതാണ് അവസ്ഥ, ഫുഡൊന്നും കഴിക്കില്ല. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഏകദേശം സമയം ഒരു 4 മണി ആവാറായി. ഞാൻ വന്നിട്ട് കുറച്ചേരം കിടന്നു, ഉറങ്ങാൻ പോയില്ല. അത് നമുക്ക് കാപ്പി ഉണ്ടാക്കാം. സോ ഒരു കുട്ടി കഥ പറഞ്ഞുതരാം. ഈ സ്റ്റോറി ഇങ്ങനെ നാട്ടിൽ നിന്ന് നഴ്സിംഗ് പഠിക്കാൻ വരണവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യണ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഷിറോർഗിയാണ്. ഷിറോർഗി വാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരണ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യണ വാർഡ്. നേഴ്സുമാർക്കാണേലും സ്റ്റുഡൻസിനാണേലും ഓപ്പറേഷൻ കാണേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവിടെ നിൽക്കേണ്ട ആവശ്യം ഇതൊന്നും ഇല്ല. അതൊക്കെ ഡോക്ടേഴ്സ് മാത്രമാണ് അവിടെ അലൗഡ് ഉള്ളൂ. ഡോക്ടേഴ്സും പിന്നെ അനസ്തേഷ്യ കൊടുക്കണ അവരും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനെപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസിനല്ലേ കാണുള്ളൂ. ഞാൻ ഓപ്പേ കണ്ടിട്ടില്ല, എങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ നടക്കുക അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രാക്സലൈറ്റിൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, ഞാൻ ഓപ്പേ കാണാൻ പോയിക്കോട്ടെ, കാരണം ഞങ്ങളുടെ സ്റ്റേഷനിൽ ഞങ്ങൾ എപ്പോഴും പേഷ്യൻസിനെ ഓപ്പറേഷൻ നമ്മൾ പ്രിപ്പയർ ആക്കി വിടും, അല്ലാണ്ട് ഓപ്പറേഷൻ പ്രോസസ്സ് കാണുന്നില്ല. പിന്നെ ഓപ്പേ കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് നമ്മൾ കാണും. സോ എനിക്ക് ആ പ്രോസസ്സ് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പ്രാക്സലൈറ്റിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു, കാണാൻ പോയിക്കോട്ടെ, അവിടേക്കൊന്ന് വിളിച്ചു നോക്കിയോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരി വിളിച്ചു ചോദിച്ച് അവർ ഓക്കെ ഇങ്ങനെ ഒരു ഷുളറിന് ഓപ്പറേഷൻ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ വിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പേഷ്യൻ്റെ കൂടെ ആ പേഷ്യൻ്റെ ഓപ്പറേഷന് കൂടെ പോയി. ഞാനപ്പോൾ ഇത്ര നാളും പ്രാക്ടിക്കൽസ് ചെയ്തതിൽ വെച്ച് എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഹോസ്പിറ്റലാണ് ഒരു ഓപ്പറേഷൻ കാണാൻ പറ്റിയത്. ഇങ്ങനെയാണ് അവരത് കീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തെടുക്കണു. അബ്ഡോമിനായിരുന്നു ഓപ്പേ നടന്നത്, ഒന്നും പറ്റാത്ത പോലെ അത് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തു. സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചാൻസസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു തന്നെ വാങ്ങണം, അല്ലാണ്ട് ആരും നമുക്ക് ഇങ്ങോട്ട് ചാൻസ് തരില്ല. അങ്ങനത്തെ ചാൻസ് അവോയ്ഡ് ചെയ്ത് നമുക്ക് പല സ്റ്റേഷനിലും പല കാര്യങ്ങളായിരിക്കും പഠിക്കാനുണ്ടാവുക. ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രോളജിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായി. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഷിറോർഗിക്ക് എത്തിയത്. ഇതിൽ ഞാൻ അത്യാവശ്യം ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു. എൻ്റെ ഡ്യൂട്ടി കഴിയാറായി, ഇനിയൊരു 1 വീക്ക് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തിരിച്ച് ഷൂളിലേക്ക് പോകും. പിന്നെ ഞാൻ പോകുന്നത് വേറെ സ്റ്റേഷനിലേക്കായിരിക്കും. സോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ്. ഇനിയും കുറേ പറയുകയാണെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. അതൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഹോസ്പിറ്റലാണെങ്കിലും ആൾ ടൈമിലാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടും. പേഷ്യൻസിൻ്റെ അടുത്തു നിന്നാണെങ്കിലും പേഷ്യൻസിനെ കാണാൻ വരണ വിസിറ്റേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അങ്ങനെ കുറേ കഥകൾ പറയാനുണ്ട്. സോ യൂട്യൂബിൽ ഇനിയും ആക്റ്റീവ് ആവണം, കണ്ടിന്യൂസ് വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കുമായിരിക്കും. ഓക്കെ, ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വലിയ ഹെക്റ്റിക് ഒന്നും ആയിരുന്നില്ല. സോ കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടിയപ്പോൾ ഞാനും പിന്നെ എൻ്റെ കൂടെയുള്ള കൊളീഗും കൂടി കുറച്ച് കലാവിരുത് വരച്ചതാണ് കാണുന്നത്. അവൾ വരച്ചാണ് ഇതൊക്കെ. സോ ഞാനിതൊരു ജേണലായിട്ട്
എഴുതാൻ പോവാണ്. ഐ ലവ് ജേർണലിങ്. പണ്ടേ തൊട്ടുള്ള എൻ്റെ ഹാബിറ്റാണ് ജേർണലിങ് അങ്ങനത്തെ ഒക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം മടി പിടിച്ചു, എല്ലാത്തിനും മടിയാണ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ജേർണലിംഗ് ആണ്. ചിലർ ഡയറി പോലെ എഴുതും, ചിലർ ഇങ്ങനെ സ്ക്രാപ്സ് ആയിട്ട് ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്യും. എൻ്റെ ഏത് ടൈപ്പാണെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് ഞാൻ ഡയറി പോലെ എഴുതും, ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്യും. സോ ലാസ്റ്റായിട്ട് ഞാൻ എഴുതിയത് ഡ്യൂസൽഡോർഫുള്ള ഒരു ജാപ്പനീസ് ഗാർഡനിലൊക്കെ പോയപ്പോഴാണ് ഇതുപോലെ. ഇങ്ങനെ ഇനിയും എഴുതണം. അപ്പോൾ ജേർണലിംഗ് ചെയ്യാം. ഞാൻ കുറച്ചു നേരം കിടന്നുപോയി. ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഞാൻ ഇന്നാളും ഒരു ദിവസം വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ പകുതി കഴിച്ച് നിന്നു, കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ഇതുകൊണ്ടാണ് എനിക്ക് ഫ്രൂഡീൻസ് ഇഷ്ടമില്ലാത്തത്. കാരണം രാവിലെ നേരത്തെ എണീക്കും വേണം, പിന്നെ പണി കഴിഞ്ഞ് വന്ന് ആ ദിവസം ഫുള്ള് അതിൻ്റെ ക്ഷീണമായിരിക്കും. വൈകുന്നേരം എനിക്ക് എന്തോരം നേരം വേണമെങ്കിലും ഉറക്കൊളിക്കാം, പക്ഷെ രാവിലെ നേരത്തെ എണീറ്റ് പണിക്ക് പോകല് ഏറ്റവും വലിയ ടാസ്ക്കാണ്. അപ്പോൾ എൻ്റെ ഹൗസ് ബിൽഡും കഴിയുമ്പോൾ ഞാൻ കൂടുതലും നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും എടുക്കുക. അതാണെങ്കിൽ വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോയാൽ മതി. പക്ഷേ നമ്മുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സപ്പ് ആവും. പക്ഷേ കൂടുതൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുള്ളൂ എന്ന് ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:15. വിശക്കുണ്ട്, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ ഇനിയും ലേറ്റ് ആവും കിടന്ന് ഉറങ്ങാൻ. സോ ലെറ്റ്സ് കുക്ക് ഫുഡ്. എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ്, പിന്നെ ഒടുക്കത്തെ വിശപ്പും. അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. കണ്ണിന്ന് വെള്ളം വന്നിട്ടില്ല. സമയം കൊണ്ട് കുളിച്ച് ഫ്രഷായി, ചോറ് റെഡിയായി. നമുക്കിനി അത് കഴിക്കാം. ചോറ് ഒരു മിനിറ്റ് ബാക്ക് ക്യാമറ കൂടെ കാണിച്ചു തരാം. ചോറും ട്യൂണ ഫിഷും. ഇത് ഞാൻ അധികം കഴിക്കാറൊന്നുമില്ല, പക്ഷെ ഞാൻ അധികം ഉണ്ടാക്കിയിട്ടുമില്ല. ഈ വട്ടം സക്സസ് ആയി. ചോറും അച്ചാറും എല്ലാം റെഡിയായി. ഞാൻ കുറേ നാളെ ചോറ് ഉണ്ടാക്കിയിട്ട്. എനിക്ക് തോന്നണേ ലാസ്റ്റായിട്ട് ഞാൻ ചോറ് കഴിച്ചത് ഓണസദ്യക്കെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ചോറ് ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ. തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കായിരുന്നു. കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ എനിക്ക് വീക്കെൻഡ് ലീവ് ആയിരുന്നപ്പോൾ ഞാൻ പുറത്ത് പോയി, അങ്ങനെയൊക്കെ സമയം പോയി. ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. സമയം കിട്ടാണ്ടല്ല, മടിയാണ് മെയിൻ. അപ്പോൾ ഒരാഴ്ചക്കോളം മേലെ ഉണ്ടാവും ചോറുണ്ടിട്ട്. വൈകുന്നേരം ഞാൻ മിസ് ചെയ്യാണ്ട് കാണുന്ന ഒരു സംഭവമുണ്ട്, ബിഗ് ബോസ്. ഭയങ്കര അഡിക്റ്റാണ് ബിഗ് ബോസിന്. ഫസ്റ്റ് സീസൺ തൊട്ടേ നാട്ടിലായിരുന്നപ്പോൾ ചേട്ടനും ഞാനും മമ്മിയും പപ്പയും എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണായിരുന്നു. പിന്നെ ആൾക്കാർ ഓരോരുത്തർ വീട്ടിൽ നിന്ന് പോയി തുടങ്ങിയപ്പോൾ ഞാനും വീട്ടിൽ നിന്ന് പോയി. അപ്പം ഞാനിവിടെ ബിഗ് ബോസ് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. വിചാരിച്ചാണ്, പക്ഷേ 11 മണി ആവാറായി. ലാസ്റ്റായിട്ട് സ്കിൻ കെയർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഐ ക്യാൻ സേ ഐ മെയ്ഡ് ഫുഡ്.
ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ഐ വാസ് പ്രൊഡക്റ്റീവ് as much as I can. നാളെ രാവിലെ എണീറ്റിന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വ്ളോഗ്. ബൈ ബൈ.